ടാലന്റിന്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെപ്റ്റംബർ 24 തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. ഒരു ക്ലാസ്സിലേക്ക് കടക്കാം. കേരള PSC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റിന്റെ ആശാൻ ക്ലാസ്സസ് തയ്യാറായി കഴിഞ്ഞു. ഫുള്ളി വീഡിയോ റെക്കോർഡ് ക്ലാസ്സസ് ആയിട്ടാണ് ഈ കോഴ്സ് നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. അപ്പോൾ ക്ലാസ്സിന്റെ സ്റ്റഡി മെറ്റീരിയൽസും അതേപോലെ മോക്ക് ടെസ്റ്റും ഇനി അതിന്റെ ടോപ്പിക് വൈസ് എക്സാംസും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ടാലന്റിന്റെ ആശാൻ ക്ലാസ്സസ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത്, 10th ലെവലായാലും +2 ലെവലായാലും ഡിഗ്രി ലെവലായാലും അത് ചൂസ് ചെയ്ത് പഠിക്കാൻ കഴിയുന്ന വിധത്തിലാണ് ഇത് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. അതേപോലെ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലാണ് നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ ടാലന്റിന്റെ ആശാൻ ക്ലാസ്സസ് പർച്ചേസ് ചെയ്യുക. കേരള PSCയുടെ BFO എക്സൈസ് ഇൻസ്പെക്ടർ, ഫയർമാൻ, ഫയർവുമൺ പോസ്റ്റുകളിലേക്കുള്ള ഇതിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിനുള്ള ബുക്ക് ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ BFOയുടെ കൺഫർമേഷൻ ഡേറ്റ് വന്നിരിക്കുകയാണ്. ഒക്ടോബർ 11 വരെയാണ് നിങ്ങൾക്ക് കൺഫർമേഷൻ കൊടുക്കാനായിട്ട് കഴിയുന്നത്. അതേപോലെ എക്സാം ഡേറ്റും വന്നിട്ടുണ്ട്. ഡിസംബറിലാണ് BFO എക്സാം വരുന്നത്. ഇനി ഈ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ എല്ലാം ബുക്ക് നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോറുകൾ വഴിയോ അല്ലെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ആമസോണിൽ നിന്നോ ഫ്ലിപ്കാർട്ടിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ടാലന്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്നോ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുന്നതാണ്. എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉടൻ തന്നെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ബുക്കുകൾ സ്വന്തമാക്കൂ. ഇനി അടുത്ത് തന്നെ വരാൻ പോകുന്ന കേരള PSCയുടെ എക്സാമുകൾക്ക് വേണ്ടി തടുക്കുന്നവർക്കായി ടാലന്റ് അക്കാദമി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, ബിവറേജ് LDC, CPO, WCPO, 10th, +2 ഡിഗ്രി ലെവൽ ബാച്ചുകൾ, ഫയർമാൻ, ഫയർവുമൺ, BFO, കമ്പനി ബോർഡ്, LD ടൈപ്പിസ്റ്റ്, എക്സൈസ് ഇൻസ്പെക്ടർ തുടങ്ങിയ കോഴ്സുകളിലേക്കുള്ള ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന ഫോം ഫില്ല് ചെയ്യുക, സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയും ചെയ്യുക. ഇന്ന് ആദ്യം നമ്മൾ നോക്കുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ്. പ്രഥമ ആർച്ചറി പ്രീമിയർ ലീഗ് ബ്രാൻഡ് അംബാസഡർ ആരെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കാം, രാംചരൺ ആണ്. ആക്ടർ രാംചരൺ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. എന്തിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടാണെന്ന് ഓർത്ത് വെക്കുക. പ്രഥമ ആർച്ചറി പ്രീമിയർ ലീഗ് നടക്കാൻ പോകുകയാണ്. എന്താണ്, ആദ്യമായിട്ട് ആർച്ചറി പ്രീമിയർ ലീഗ് നടക്കാൻ പോകുകയാണ്. 2025 നടക്കുന്നത്. 2025 എന്താണ് പ്രഥമ ആർച്ചറി പ്രീമിയർ ലീഗ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു ഗെയിമിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് അപ്പോയിൻമെന്റ് ആയിരിക്കുന്നത് ആരാണ്? രാംചരൺ ആണ്. ഇനി ഈ ഒരു മത്സരം നടക്കുന്നത്, പ്രഥമ ആർച്ചറി പ്രീമിയർ ലീഗ് 2025 നടക്കുന്നത് എവിടെ വെച്ചാണെന്ന് ഓർത്തു വെക്കാം. ന്യൂഡൽഹിയിൽ വെച്ചാണ്. എവിടെയാണ്? ന്യൂഡൽഹിയിൽ വെച്ചാണ് എന്താണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഈ ഒരു മത്സരങ്ങളുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട്, പ്രഥമ ആർച്ചറി പ്രീമിയർ ലീഗിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിയമിതനായത് ആക്ടർ രാംചരൺ ആണ്. അടുത്തത് നമ്മുടെ ഇന്ത്യൻ സേനയിലെ ഒരു അപ്പോയിൻമെന്റ് ആണ് നോക്കുന്നത്. 2025 സെപ്റ്റംബറിൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഡയറക്ടർ ജനറലായി നിയമിതനായ ആരെന്നാണ്. ഓർത്തു വെക്കാം, പ്രവീൺ കുമാർ ആണ്. ആരാണ്? പ്രവീൺ കുമാർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. എന്താണ്? ഡയറക്ടർ ജനറൽ ആയിട്ടാണ്. ഇനി ഏത് സേനയിലാണെന്ന് ഓർത്തു വെക്കുക. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലാണ്. എന്താണ്? ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിലാണ് ഡയറക്ടർ ജനറൽ ആയിട്ട് ആരാണ് അപ്പോയിൻമെന്റ് ആയത്? പ്രവീൺ കുമാർ ആണ് 2025 സെപ്റ്റംബറിൽ നിയമിതനായത്. അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട അപ്പോയിൻമെന്റ് ആണ് നോക്കുന്നത്. അന്താരാഷ്ട്ര നാണയ നിധിയുടെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേൽക്കുന്നത് ആരെന്നാണ്. ഓർത്തു വെക്കുക, ഡാൻ കാർഡ്സ് ആണ്. ആരാണ്? ഡാൻ കാർഡ്സ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനാവുന്നത്. എന്താണ്? അന്താരാഷ്ട്ര നാണയ നിധിയുടെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ആദ്യത്തെ എന്താണ് പ്രത്യേകത? ആദ്യത്തെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ആണ്. ആദ്യത്തെ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായി ചുമതലയേൽക്കുന്നത് ആരാണ്? ഡാൻ കാർഡ്സ് ആണെന്ന് ഓർത്തു വെക്കുക. അങ്ങനെയാണെങ്കിൽ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ, അന്താരാഷ്ട്ര നാണയ നിധിയുടെ മാനേജിംഗ് ഡയറക്ടർ ആരാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആരാണെന്ന് ഓർത്തു വെക്കുക. ക്രിസ്റ്റലീന. എന്താണ്? ക്രിസ്റ്റലീന ജോർജിയാവയാണ് എന്താണ് മാനേജിംഗ് ഡയറക്ടർ എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി എന്നാണ് IMF സ്ഥാപിതമായത്? IMF സ്ഥാപിതമായത് എന്നാണെന്ന് ഓർത്തു വെക്കാം. 1947 1947 എന്താണ് IMF സ്ഥാപിതമായത്. ഇനി മാനേജിംഗ് ഡയറക്ടർ ആരാന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ ആയിട്ട് ചുമതലയേൽക്കുന്നത് ആരാണ്? ഡാൻ കാർഡ്സ് ആണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ആദ്യമായിട്ടാണ് IMFന് എന്താണ് ഒരു ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ പോസ്റ്റ് വരുന്നത്. ആ ഒരു ചുമതലയിലേക്ക് ആരാണ് നിയമിതനാവുന്നത്? ഡാൻ കാർഡ്സ് ആണ്. IMF സ്ഥാപിതമായത് 1947 അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു പദ്ധതിയാണ്. പദ്ധതിയുടെ പേര് ഇതാണ്, നോർക്ക കെയർ. എന്താണ്? നോർക്ക കെയർ എന്നുള്ള പദ്ധതിയാണ്. അപ്പോൾ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ് നോർക്ക അവതരിപ്പിക്കുന്ന, നോർക്ക തയ്യാറാക്കുന്ന ഒരു പദ്ധതിയാണ്. കെയർ എന്താണ്? ഒരു സംരക്ഷണ പദ്ധതിയാണ്, ഒരു കെയർ നൽകുന്ന പദ്ധതിയാണ്. അപ്പോൾ പ്രവാസി മലയാളികൾക്കായി നോർക്ക റൂട്ട്സ് ആരംഭിച്ച ഒരു ആരോഗ്യ
ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ് എന്താണ് നോർക്ക കെയർ എന്നുള്ള ഈ ഒരു പദ്ധതി. എന്തിനു വേണ്ടിയിട്ടാണെന്ന് ഓർത്ത് വെക്കുക. ആർക്ക് വേണ്ടിയിട്ടാണ്? പ്രവാസി മലയാളികൾക്കായിട്ടാണ്. ആരാണ് ആരംഭിച്ചത്? നോർക്ക റൂട്ട്സ് ആണ് ആരംഭിച്ചിരിക്കുന്നത്. ഇനി നോർക്കയുടെ പൂർണ്ണ രൂപം എന്താണെന്ന് നമുക്കറിയാം. നോൺ റെസിഡന്റ് കേരളൈറ്റ് സഫേഴ്സ് എന്നുള്ളതാണ് നോർക്കയുടെ പൂർണ്ണ രൂപം. അപ്പോൾ ഈ ഒരു നോർക്ക റൂട്ട്സ് ആണ് ഈ ഒരു പദ്ധതി ആരംഭിച്ചിരിക്കുന്നത്. ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. പദ്ധതി എന്താണ്? നോർക്ക കെയർ എന്നുള്ള പദ്ധതിയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ അകത്തും അതേപോലെ ഇന്ത്യക്ക് പുറത്ത് വിദേശത്തുമായിട്ടുള്ള മലയാളി പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പ്രവാസികളായിട്ടുള്ള മലയാളികൾക്ക് അവർക്ക് വ്യക്തിപരമായിട്ടോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടോ ഈ ഒരു ഇൻഷുറൻസ് എടുക്കാവുന്നതാണ്. അതായത് നമ്മുടെ ഇന്ത്യയുടെ അകത്തും അതേപോലെ ഇന്ത്യക്ക് പുറത്തുമുള്ള മലയാളി പ്രവാസികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പദ്ധതി അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണെന്ന് പറഞ്ഞു. ഈ പദ്ധതി വേണമെങ്കിൽ പ്രവാസികൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ ഫാമിലി പരമായിട്ടോ എടുക്കാവുന്നതാണ്. അതായത് ഒരു ഫാമിലിക്ക് ഫുള്ള് വേണമെങ്കിൽ എടുക്കാം. വിദേശത്ത് അവരുടെ പ്രവാസികളുടെ ഫാമിലിക്ക് ഫുള്ളായിട്ടും എടുക്കാം. അല്ലെങ്കിൽ എന്താണ് ആ ഒരു വ്യക്തി മാത്രമാണ് വിദേശത്തുള്ളതെങ്കിൽ വ്യക്തിക്ക് മാത്രമായിട്ടും എടുക്കാവുന്നതാണ്. അപ്പോൾ പദ്ധതി ആർക്കൊക്കെയാണ്? മലയാളി പ്രവാസികൾക്കാണ്. ഇന്ത്യക്കകത്തുള്ളതായിക്കോട്ടെ ഇന്ത്യക്ക് പുറത്തുള്ളവരായാലും ഈ ഒരു പ്രവാസി മലയാളികൾക്ക് ഈ ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി ലഭിക്കുന്നതായിരിക്കും. ഇനി ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്തത് ആരാണെന്ന് കൂടി ഓർത്തു വെക്കുക. നമ്മുടെ മുഖ്യമന്ത്രിയാണ്, പിണറായി വിജയനാണ് ഈ ഒരു പദ്ധതി ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. നോർക്ക കെയർ എന്നുള്ള പദ്ധതിയാണ്. പദ്ധതി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? പ്രവാസി മലയാളികൾക്കായിട്ട് നോർക്ക റൂട്ട്സ് ആരംഭിച്ച ഒരു ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണിത്. അടുത്തൊരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് അവാർഡാണ്. ബാലൻ ഡിയോർ 2025. എന്താണ്? ബാലൻ ഡിയോർ 2025 ആണ്. അപ്പോൾ ഈ ഒരു പുരസ്കാരത്തിൽ വിവിധ കാറ്റഗറികളിലായിട്ട് ആർക്കൊക്കെയാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കുന്നത് മികച്ച പുരുഷ താരമാണ്. എന്താണ്? മികച്ച പുരുഷ താരം. ബാലൻ ഡിയോർ 2025 എന്താണ്? മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണെന്ന് ഓർത്തു വെക്കുക. ഓസ്മാനെ ഡെംബലേക്കാണ്. ആർക്കാണ്? ഓസ്മാനെ ഡെംബലേക്കാണ് മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാജ്യം ഏതാണെന്ന് ഓർത്തു വെക്കുക. ഫ്രാൻസ് ആണ് അദ്ദേഹത്തിന്റെ രാജ്യം. ഇനി അദ്ദേഹത്തിന്റെ ക്ലബ്ബ് ഏതാണ്? PSG ആണ്. എന്താണ്? PSG ആണ് അദ്ദേഹത്തിന്റെ ക്ലബ്ബ് വരുന്നത്. അപ്പോൾ എന്താണ്? മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കാണ്? ഓസ്മാനേക്കാണ്. അടുത്ത നമ്മൾ നോക്കുന്നത് മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ആർക്കെന്നാണ്. മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ഐറ്റാന ബോൺമാറ്റിക്കാണ്. ആർക്കാണ്? ഐറ്റാന ബോൺമാറ്റിക്കാണ് മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ 3 വർഷമായിട്ട് നമ്മൾ എന്താണ് ഐറ്റാന ബോൺമാറ്റിയുടെ ഈ ഒരു പേര് നമ്മൾ കേട്ട് വരുന്നതാണ്. ഈ ഒരു അവാർഡിൽ കേട്ട് വരുന്നതാണ്. എന്താണ്? ബാലൻ ഡിയോർ പുരസ്കാരം 3ാമത്തെ തവണയാണ് ആർക്ക് ലഭിക്കുന്നത്? ഐറ്റാന ബോൺമാറ്റിക്ക് ലഭിക്കുന്നത്. 2024-ലും 23-ലും അതേപോലെ 25-ലും ആർക്ക് തന്നെയാണ് ലഭിച്ചിരിക്കുന്നത്? മികച്ച വനിതാ താരത്തിനുള്ള ബാലൻ ഡിയോർ പുരസ്കാരം ലഭിച്ചത് ഐറ്റീന ബോൺമാറ്റിക്കാണെന്നുള്ള കാര്യം ഓർത്തു വെക്കുക. ഇനി രാജ്യം ഏതാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. സ്പെയിനാണ് എന്താണ് ഐറ്റീന ബോൺമാറ്റിയുടെ രാജ്യം വരുന്നത്. ഇനി ക്ലബ്ബ് ഏതാണ്? ബാഴ്സലോണയാണ് ക്ലബ്ബ് വരുന്നത്. അടുത്ത നമ്മൾ നോക്കുന്നത് റെയ്മണ്ട് കോപ്പ ട്രോഫി എന്നുള്ള ഒരു അവാർഡാണ്. ബാലൻ ഡിയോറിലെ റെയ്മണ്ട് കോപ്പ ട്രോഫി നൽകുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഏത് കാറ്റഗറിയിലാണെന്ന് ഓർത്തു വെക്കുക. മികച്ച പുരുഷ യുവതാരത്തിനുള്ള അവാർഡാണിത്. എന്താണ്? മികച്ച പുരുഷ യുവതാരത്തിനുള്ള അവാർഡാണ് എന്താണ്? റെയ്മണ്ട് കോപ്പ ട്രോഫി എന്നുള്ള ഈ ഒരു ട്രോഫി. അപ്പോൾ ഇത് ലഭിച്ചിരിക്കുന്നത് ആർക്കാണെന്ന് ഓർത്തു വെക്കാം. ലാമിൻ യാമലിനാണ്. ആർക്കാണ്? ലാമിൻ യാമലിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. മികച്ച പുരുഷ യുവതാരത്തിനുള്ള റെയ്മണ്ട് കോപ്പ ട്രോഫി ആർക്കാണ് ലഭിച്ചതെന്ന് ഓർത്തു വെക്കുക. ലാമിൻ യാമലിനാണ്. അദ്ദേഹത്തിന്റെ രാജ്യം സ്പെയിനാണ്. രാജ്യം ഏതാണ്? സ്പെയിനാണ്. ഇനി ക്ലബ്ബ് ഏതാണെന്ന് ഓർത്തു വെക്കുക. ബാഴ്സലോണയാണ്. അടുത്തത് മികച്ച പുരുഷ ക്ലബ്ബാണ് നമ്മൾ നോക്കുന്നത്. മികച്ച പുരുഷ ക്ലബ്ബാണ്. അപ്പോൾ മികച്ച പുരുഷ ക്ലബിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് PSG ആണ്. PSG-ക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അടുത്തത് മികച്ച പുരുഷ പരിശീലകനുള്ള അവാർഡാണ് നോക്കുന്നത്. എന്താണ്? മികച്ച പുരുഷ പരിശീലകനുള്ള അവാർഡ് ലഭിച്ചത് ആർക്കാണെന്ന് നോക്കാം. ലൂയിസ് എൻറിക്കേക്കാണ്. ആർക്കാണ്? ലൂയിസ് എൻറിക്കെയാണ് ഈ ഒരു പുരസ്കാരത്തിന് അർഹനായിരിക്കുന്നത്. അപ്പോഴെന്താണ്? മികച്ച പരിശീലകനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് ലൂയിസ് എൻറിക്കേക്കാണ്. സ്പെയിനാണ് അദ്ദേഹത്തിന്റെ രാജ്യം. ഇനി അദ്ദേഹത്തിന്റെ ഒരു ക്ലബ്ബ് വരുന്നത്, പരിശീലനം നൽകുന്ന ക്ലബ്ബ് ഏതാണെന്ന് ഓർത്തു വെക്കുക. PSG ആണ്. അടുത്ത നമ്മൾ നോക്കുന്ന കാറ്റഗറി മികച്ച പുരുഷ ഗോൾ കീപ്പറിനുള്ള പുരസ്കാരമാണ്. എന്താണ്? മികച്ച പുരുഷ ഗോൾ കീപ്പറിനുള്ള പുരസ്കാരമാണ്. ആ ഒരു പുരസ്കാരം യാഷിൻ ട്രോഫി എന്നാണ് അറിയപ്പെടുന്നത്. ആ ഒരു അവാർഡ് അറിയപ്പെടുന്നത് യാഷിൻ ട്രോഫി എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെയാണെങ്കിൽ 2025 ബാലൻ ഡിയോർ യാഷിൻ ട്രോഫി ആർക്കാണ് ലഭിച്ചതെന്ന് നോക്കാം. ജാൻ ലൂയിജി ദൊണ്ണൊരുമയ്ക്കാണ്. ആർക്കാണ്? ജാൻ ലൂയിജി ദൊണ്ണൊരുമയ്ക്കാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. എന്താണ്? മികച്ച പുരുഷ ഗോൾ കീപ്പറിനുള്ള പുരസ്കാരമാണ്. രാജ്യം ഇറ്റലിയാണ് വരുന്നത്. ക്ലബ്ബ് PSG ആണ്. ഇനി നമ്മൾ നോക്കുന്നത് സോക്രട്ടീസ് അവാർഡാണ്. എന്താണ്? സോക്രട്ടീസ് അവാർഡാണ്. എന്താണ്? 2025 ബാലൻ ഡിയോർ പുരസ്കാരത്തിൽ
സോക്രട്ടീസ് അവാർഡ് നേടിയിരിക്കുന്നത് ആരാണെന്ന് നോക്കാം. ദ സാന ഫൗണ്ടേഷൻ ആണ്. എന്താണ്? ദ സാന ഫൗണ്ടേഷൻ ആണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫൗണ്ടേഷൻ വരുന്നത് സ്പെയിൻ രാജ്യത്താണ് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അടുത്ത നമ്മൾ നോക്കുന്നത് മികച്ച പുരുഷ സ്ട്രൈക്കർക്കുള്ള അവാർഡാണ്. അതറിയപ്പെടുന്നത് ഗെർഡ് മുള്ളർ ട്രോഫി എന്നാണ്. എന്താണ്? ഗെർഡ് മുള്ളർ ട്രോഫി. എന്തിനു വേണ്ടിയിട്ടുള്ള പുരസ്കാരമാണ്? മികച്ച പുരുഷ സ്ട്രൈക്കർക്കുള്ള പുരസ്കാരമാണ്. അപ്പോൾ അത് ലഭിച്ചിരിക്കുന്നത് ആർക്കാണെന്ന് ഓർത്തു വെക്കാം. വിക്ടർ. ആർക്കാണെന്ന് ഓർത്തു വെക്കുക? വിക്ടർ യോക്കേഴ്സിനാണ് എന്താണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. ആർക്കാണ്? വിക്ടർ യോക്കേഴ്സിനാണ് ഈ ഒരു പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. എന്താണെന്ന് ഓർത്തു വെക്കുക? മികച്ച പുരുഷ സ്ട്രൈക്കർക്കുള്ള പുരസ്കാരമാണ്. അപ്പോൾ നമ്മൾ നോക്കിയത് ഏത് അവാർഡാണ്? ബാലൻ ഡിയോർ 2025 ആണ്. ഇതിൽ നിന്ന് PSC ചോദിക്കാൻ സാധ്യതയുള്ള അവാർഡുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ എന്തായാലും പഠിച്ചു വെക്കുക. PSC ചോദിക്കാൻ സാധ്യതയുള്ളവ മാത്രമാണ് സെലക്റ്റഡ് ആയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കുറേ അധികം ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ ഇത്രയും പഠിച്ചു വെക്കുക. മികച്ച പുരുഷ താരവും അതേപോലെ മികച്ച വനിതാ താരവും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ടീന ബോൺമാറ്റിക്ക് 3ാം തവണയാണ് ഈ ഒരു മികച്ച വനിതാ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്രയും പോയിന്റുകൾ പഠിക്കുക. അടുത്ത നമ്മൾ നോക്കുന്നത് ഒരു ചരക്ക് കപ്പലുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ്. അടുത്തിടെ ഗുജറാത്ത് തീരത്ത് വെച്ച് തീപിടുത്തമുണ്ടായ ചരക്ക് കപ്പൽ ഏതെന്നാണ്. അപ്പോൾ ഈ ഒരു കപ്പലിന്റെ പേര് ഓർത്ത് വെക്കുക. PDI 1383 ഹരിദാസൻ എന്നുള്ളതാണ്. എന്താണ്? PDI 1383 ഹരിദാസൻ എന്നുള്ളതാണ് ഈ ഒരു കപ്പലിന്റെ പേര്. എവിടെ വെച്ചാണ് തീപിടുത്തം ഉണ്ടായത്? ഗുജറാത്തിലെ പോർബന്തറിന് അടുത്തായിട്ടാണ്. അവിടെ ആ ഒരു തീരത്ത് വെച്ചിട്ടാണ് എന്താണ് കപ്പലിന് തീപിടുത്തം ഉണ്ടായത്. അപ്പോൾ സൊമാലിയയിലേക്ക് ചരക്കുമായിട്ട് പോയിക്കൊണ്ടിരുന്ന കപ്പലാണിത്. എന്താണ്? സൊമാലിയയിലേക്കാണ് ഈ ഒരു കപ്പൽ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്താണ്? ഗുജറാത്തിലെ ആ ഒരു പോർബന്തർ തുറമുഖത്തിനടുത്തായിട്ട് വെച്ച് കപ്പലിന് തീപിടുത്തം ഉണ്ടാവുകയായിരുന്നു. അപ്പോൾ കപ്പലിന്റെ പേര് പ്രത്യേകം നോട്ട് ചെയ്യുക. PDI 1383 ഹരിദാസൻ എന്നുള്ളതാണ് ഈ ഒരു കപ്പലിന്റെ പേര്. ഇനി ഒരു വേദിയാണ് നമ്മൾ നോക്കുന്നത്. ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത്. 2025 ഭാരത് ഇന്റർനാഷണൽ റൈസ് കോൺഫറൻസിന്റെ വേദിയാണ്. വേദി എവിടെയാണെന്ന് ഓർത്ത് വെക്കുക. ന്യൂഡൽഹിയാണ്. എന്താണ്? ഭാരത് ഇന്റർനാഷണൽ റൈസ് കോൺഫറൻസ് ആണ് 2025 എവിടെ വെച്ചാണ് നടക്കുന്നത്? ന്യൂഡൽഹിയിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ ഈ ഒരു റൈസിന്റെ അല്ലെങ്കിൽ അരി ഇനങ്ങളുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു ഏറ്റവും വലിയ കോൺഫറൻസ് തന്നെയാണ് ഇതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഭാരത് ഇന്റർനാഷണൽ റൈസ് കോൺഫറൻസ് നടക്കുന്നത് 2025 നടക്കുന്നത് എവിടെ വെച്ചാണ്? ന്യൂഡൽഹിയിൽ വെച്ചാണ്. അടുത്ത പോയിന്റ് നോക്കാം. മൊറോക്കോ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ആരെന്നാണ്. ഓർത്ത് വെക്കാം. രാജ്നാഥ് സിംഗ് ആണ്. നമുക്കറിയാം രാജ്നാഥ് സിംഗ് ആണ് എന്താണ് നമ്മുടെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി. അപ്പോൾ അദ്ദേഹം എന്താണ് മൊറോക്കോ സന്ദർശനം നടത്താൻ പോകുകയാണ്. അപ്പോൾ ഇത് നടത്തുമ്പോൾ എന്താണ് മൊറോക്കോ സന്ദർശിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയായി തീരും. ആരാണ്? രാജ്നാഥ് സിംഗ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. മാത്രമല്ല ഈ ഒരു സന്ദർശനത്തിന്റെ വേളയിൽ ആത്മനിർഭർ ഭാരത് സ്കീമിനുള്ള ഇതിന്റെ കീഴിലായിട്ട് ആദ്യമായിട്ട് അവിടെ മൊറോക്കോയിൽ ഇന്ത്യൻ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് സ്ഥാപിക്കും. അപ്പോൾ ഓർത്തു വെക്കുക ആരാണ് മൊറോക്കോ സന്ദർശിക്കുന്നത്. അടുത്ത് തന്നെ സന്ദർശിക്കാൻ പോകുന്നത് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ്. അപ്പോൾ ഇതിലൂടെ ഈ ഒരു സന്ദർശന വേളയിൽ തന്നെ പുതിയൊരു കാര്യം കൂടി അവിടെ നിറവേറ്റാനായിട്ട് അദ്ദേഹത്തിന് സാധിക്കാൻ പോകുകയാണ്. ആത്മനിർഭർ ഭാരതിന് കീഴിലുള്ള ഈ ഒരു സംരംഭത്തിന് കീഴിലുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രതിരോധ നിർമ്മാണ പ്ലാന്റ് മൊറോക്കോയിൽ സ്ഥാപിക്കുന്നതായിരിക്കും. അടുത്ത പോയിന്റ് ഇതാണ്. വർഷങ്ങൾക്ക് ശേഷം UN സെക്ഷനിൽ പങ്കെടുക്കുന്ന സിറിയൻ പ്രസിഡന്റ് ആരെന്നാണ്. ഓർത്തു വെക്കാം. അൽ ഷാറയാണ്. ആരാണ്? അൽ ഷാറയാണ്. അപ്പോൾ അദ്ദേഹം സിറിയൻ പ്രസിഡന്റ് ആണ്. സിറിയയുടെ പ്രസിഡന്റ് ആണ് അദ്ദേഹം. അപ്പോൾ വർഷങ്ങൾക്ക് ശേഷം കുറേ അധികം വർഷങ്ങൾക്ക് ശേഷം ഏകദേശം പറയുകയാണെങ്കിൽ 58 വർഷങ്ങൾക്ക് ശേഷമാണ് UN സെഷനിൽ ഒരു സിറിയൻ പ്രസിഡന്റ് പങ്കെടുക്കുന്നത്. ആരാണ് ആ വ്യക്തി എന്ന് ഓർത്തു വെക്കുക. അൽ ഷാറ എന്നുള്ള സിറിയൻ പ്രസിഡന്റ് ആണ് പങ്കെടുക്കാൻ പോകുന്നത്. ഇതിനു മുമ്പ് 1967 ഒരു സിറിയൻ പ്രസിഡന്റ് യുഎന്നിന്റെ ജനറൽ അസംബ്ലി സെഷനിൽ പങ്കെടുത്തിരുന്നത്. അപ്പോൾ അതിനുശേഷം ഏകദേശം 58 വർഷങ്ങൾക്ക് ശേഷമാണ് സിറിയൻ പ്രസിഡന്റ് പങ്കെടുക്കാൻ പോകുന്നത്. എത്രാമത് സെഷനിലാണെന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. യുഎന്നിന്റെ 80ാമത് സെഷനിലാണ്. UN ജനറൽ അസംബ്ലിയുടെ 80ാമത് സെഷനിലാണ് പങ്കെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ പങ്കെടുക്കുന്ന സിറിയൻ പ്രസിഡന്റ് ആരാണെന്ന് ഓർത്തു വെക്കുക. അൽ ഷാറയാണ്. ഇനി ഒരു പ്രമേയമാണ് നമ്മൾ നോക്കുന്നത്. 2025 അന്താരാഷ്ട്ര സമാധാന ദിനത്തിന്റെ പ്രമേയമാണ് നോക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കാൻ പ്രമേയം ആക്ട് നൗ ഫോർ എ പീസ്ഫുൾ വേൾഡ് എന്നുള്ളതാണ്. ആക്ട് നൗ
ഫോർ എ പീസ്ഫുൾ വേൾഡ് എന്നുള്ളതാണ് 2025 അന്താരാഷ്ട്ര സമാധാന ദിനത്തിന്റെ പ്രമേയം. ഇനി ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നതെന്നാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 21-നാണ്. എല്ലാ വർഷവും സെപ്റ്റംബർ 21-നാണ് അന്താരാഷ്ട്ര സമാധാന ദിനമായിട്ട്, ഇന്റർനാഷണൽ പീസ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ 2025 സെപ്റ്റംബർ 21 ഈ ഒരു അന്താരാഷ്ട്ര സമാധാന ദിനത്തിന്റെ പ്രമേയം നമ്മൾ നോക്കി. ആക്ട് നൗ ഫോർ എ പീസ്ഫുൾ വേൾഡ് എന്നുള്ളതാണ്. ഇനി ഈ വർഷത്തെ 2025 എന്താണ് ഗ്ലോബൽ പീസ് ഇൻഡെക്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 1-ാം സ്ഥാനത്തുള്ള രാജ്യം ഏതായിരുന്നു? അത് ഏതാണെന്ന് ഓർത്ത് വെക്കുക, ഐസ്ലൻഡ് ആണ്. ഇനി ഇന്ത്യ എത്രാം സ്ഥാനത്തായിരുന്നു? 115-ാമത്തെ സ്ഥാനത്തായിരുന്നു. അപ്പോൾ ഈ ഒരു ദിനത്തിന്റെ പ്രമേയം എന്താണ്? ആക്ട് നൗ ഫോർ എ പീസ്ഫുൾ വേൾഡ് എന്നുള്ളതാണ്. എല്ലാവരും ഓർത്ത് വെക്കുക. ഇനി നോക്കുന്ന പോയിന്റ് ഇതാണ്. 2025 സെപ്റ്റംബറിൽ സ്വതന്ത്ര പാലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിച്ച രാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ്. ഓർത്ത് വെക്കാം, UK, കാനഡ, ഓസ്ട്രേലിയ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളാണ്. എന്താണ്? UK, കാനഡ, ഓസ്ട്രേലിയ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളാണ് 2025 സെപ്റ്റംബറിൽ സ്വതന്ത്ര പാലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. PSC ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? സ്വതന്ത്ര പാലസ്തീനെ ഔദ്യോഗികമായി അടുത്തിടെ അംഗീകരിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? UK, കാനഡ, ഓസ്ട്രേലിയ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മുടെ ഫ്രാൻസ് അവതരിപ്പിച്ച ഒരു പ്രമേയത്തിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും എന്താണ്? ഈ ഒരു സ്വതന്ത്ര പാലസ്തീനെ പറ്റിയുള്ള ന്യൂസ് ആയിരുന്നു. അപ്പോൾ അതിനോടൊപ്പം തന്നെ എന്താണ്, ഈ ഒരു പാലസ്തീനെ കാര്യങ്ങളൊക്കെ പഠിക്കുന്ന കൂട്ടത്തിൽ ഈ ഒരു പോയിന്റ് കൂടി അപ്ഡേറ്റ് ചെയ്ത് വെക്കുക. ഔദ്യോഗികമായിട്ട് സ്വതന്ത്ര പാലസ്തീനെ അംഗീകരിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണ്? UK, കാനഡ, ഓസ്ട്രേലിയ, പോർച്ചുഗൽ ആണ്. അപ്പോൾ ഈ രാജ്യങ്ങൾ എപ്പോഴാണ്? 2025 സെപ്റ്റംബറിലാണ് അംഗീകരിച്ചിരിക്കുന്നത്. അടുത്തത് മറ്റൊരു പ്രമേയമാണ് നമ്മൾ നോക്കുന്നത്. 2025 അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനത്തിന്റെ പ്രമേയമാണ് നോക്കുന്നത്. എന്താണ്? അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനത്തിന്റെ പ്രമേയം നോക്കാം. അപ്പോൾ നോ ഹ്യൂമൻ റൈറ്റ്സ്. എന്താണ്? നോ ഹ്യൂമൻ റൈറ്റ്സ് വിത്തൗട്ട് സൈൻ ലാംഗ്വേജ് റൈറ്റ്സ് എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം. എന്താണ്? നോ ഹ്യൂമൻ റൈറ്റ്സ് വിത്തൗട്ട് സൈൻ ലാംഗ്വേജ് റൈറ്റ്സ് എന്നുള്ളതാണ് 2025 അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനത്തിന്റെ പ്രമേയം. ഇനി ദിവസം നമ്മൾ ആചരിക്കുന്നത് സെപ്റ്റംബർ 23-നാണ്. സെപ്റ്റംബർ 23 എല്ലാ വർഷവും നമ്മൾ എന്താണ്? അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ഡേ ഓഫ് സൈൻ ലാംഗ്വേജ് ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത് എന്നാണ്. എല്ലാ വർഷവും സെപ്റ്റംബർ 23 അപ്പോൾ 2025 സെപ്റ്റംബർ 23 അന്താരാഷ്ട്ര ആംഗ്യഭാഷാ ദിനത്തിന്റെ പ്രമേയം നമ്മൾ നോക്കി. നോ ഹ്യൂമൻ റൈറ്റ്സ് വിത്തൗട്ട് സൈൻ ലാംഗ്വേജ് റൈറ്റ്സ് എന്നുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം. ഇനി ഒരു ഗാനമാണ് നമ്മൾ നോക്കുന്നത്. 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് ഔദ്യോഗിക ഗാനം ഏതെന്നാണ്. ഓർത്ത് വെക്കാം, ബ്രിങ് ഇറ്റ് ഹോം. എന്താണ്? ബ്രിങ് ഇറ്റ് ഹോം എന്നുള്ളതാണ് 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനം. അപ്പോൾ ഈ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത് ശ്രേയാ ഘോഷാലാണ് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെക്കാം. എന്താണ്? ശ്രേയാ ഘോഷാലാണ് എന്താണ് ബ്രിങ് ഇറ്റ് ഹോം എന്നുള്ള ഈ ഒരു ഗാനം ആലപിച്ചിരിക്കുന്നത്. 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനമാണിത്. ഇനി ഒരു മത്സരം, അതായത് 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ വേദി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്ത്യയാണ് വേദിയാവുന്നത്. എന്നാൽ ചില കാരണങ്ങളാൽ ചില മത്സരങ്ങൾ എന്താണ്? ശ്രീലങ്കയിൽ വെച്ചും നടക്കും. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, ഗാനം ഏതാണ്? ബ്രിങ് ഇറ്റ് ഹോം എന്നുള്ളതാണ് ഔദ്യോഗിക ഗാനം. 2025 സെപ്റ്റംബറിൽ വിരമിച്ച ജമൈക്കൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റ് ആരെന്നാണ്. അപ്പോൾ ഷെല്ലി ആൻ ഫ്രേസർ പ്രൈസ് ആണ്. ഓർത്ത് വെക്കുക, ഷെല്ലി ആൻ ഫ്രേസർ പ്രൈസ് ആണ് എന്താണ് വിരമിച്ചിരിക്കുന്നത്. എന്താണ്? ജമൈക്കൻ കാരിയാണ്, ജമൈക്കൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റ് ആണ് എന്നുള്ള കാര്യം ഓർത്ത് വെക്കുക. ഒളിമ്പിക്സ് 8 മെഡലുകളാണ് ഷെല്ലി ആൻ നേടിയിരിക്കുന്നത്. ഒളിമ്പിക്സിൽ എന്താണ് 8 മെഡലുകൾ നേടിയിട്ടുണ്ട്. അതിൽ 3 ഗോൾഡ്, 4 സിൽവറും 1 ബ്രോൺസുമാണ് നേടിയിട്ടുള്ളത്. ഈ ഗോൾഡ് നേടിയ വർഷങ്ങളൊന്ന് നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. 2008, 2012, 2020 വർഷങ്ങളിലായിട്ടാണ് 3 ഗോൾഡുകൾ നേടിയിരിക്കുന്നത്. അതേപോലെ 4 സിൽവർ മെഡലും 1 വെങ്കല മെഡലും നേടിയിട്ടുണ്ട്. ഇനി 2023 ഓർത്ത് വെക്കുക, 2023 എന്താണ്? 2023 ലോറൻസ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാരായിരുന്നു? ഷെല്ലി ആൻ ആണ്. 2008, 12 അതേപോലെ 2020 വർഷങ്ങളിലായിട്ടാണ് 3 ഗോൾഡ് മെഡലുകൾ ഒളിമ്പിക്സിൽ നേടിയിട്ടുള്ളത്. 2025 സെപ്റ്റംബറിലാണ് ഈ ഒരു താരം വിരമിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ വരാൻ പോകുന്ന 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമിയുടെ LDC റാങ്ക് ഫയൽ പുറത്തിറങ്ങിയിട്ടുണ്ട്. 3 വോളിയങ്ങളിലായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. ആമസോണിലാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് സെല്ലറായിട്ട് ഇപ്പോൾ ടോപ്പ് 1-ൽ നിൽക്കുന്ന ബുക്കാണ് ടാലന്റിന്റെ LDC റാങ്ക് ഫയൽ. നിങ്ങൾക്ക് ഏത് ലെവൽ എക്സാമിന് വേണ്ടിയിട്ടായാലും, ഏത് 10th ലെവൽ എക്സാമിന് വേണ്ടിയിട്ടായാലും പ്രിപ്പയർ ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. റാങ്ക് ഫയലിന്റെ ഒറിജിനൽ പ്രൈസ് വരുന്നത് 1600 രൂപയാണ്. എന്നാൽ നിങ്ങൾക്ക് 1500 രൂപയ്ക്ക് ഇപ്പോൾ വാങ്ങാവുന്നതാണ്. ഇനിയുള്ള എക്സാമുകൾ
എക്സാമുകളിൽ നിങ്ങൾക്ക് ഏറ്റവും എനർജറ്റിക് ആയിട്ട് ഏറ്റവും നല്ല രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഒരു ബുക്കിലൂടെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർ ഉറപ്പായും ടാലന്റിന്റെ LDC റാങ്ക് ഫെയർ സ്വന്തമാക്കൂ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കിയത് കുറച്ച് അപ്പോയിന്റ്മെന്റ്സ് ആയിരുന്നു. പ്രഥമ ആർച്ചറി പ്രീമിയർ ലീഗ് ബ്രാൻഡ് അംബാസഡർ ആയിട്ട് നിയമിതനായത് ആരാണ്? രാം ചരൺ ആണ്. അപ്പോൾ ഈ ഒരു മത്സരം നടക്കുന്നത് എവിടെയാണെന്ന് നമ്മൾ പറഞ്ഞു, ന്യൂഡൽഹിയിൽ വെച്ചാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയ അപ്പോയിന്റ്മെന്റ് 2025 സെപ്റ്റംബറിൽ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഡയറക്ടർ ജനറൽ ആയിട്ട് നിയമിതനായത് ആരെന്നാണ്? പ്രവീൺ കുമാർ ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് അന്താരാഷ്ട്ര നാണയനിധിയുടെ ആദ്യ ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടറായിട്ട് ചുമതലയേൽക്കുന്നത് ആരെന്നാണ്? ഡാൻ കാറ്റ്സ് ആണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനാവുന്നത്. ശേഷം നമ്മൾ നോക്കിയത് ഒരു പദ്ധതിയായിരുന്നു, നോർക്ക കെയർ എന്നുള്ള പദ്ധതിയാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്? പ്രവാസി മലയാളികൾക്കായിട്ട് നോർക്ക റൂട്ട്സ് ആരംഭിച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണിത്. അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അവാർഡാണ് നമ്മൾ നോക്കിയത്, ബാലൻഡിയോർ അവാർഡ് 2025 നോക്കിയത്. ഈ ഒരു അവാർഡിൽ മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഓസ്മാനെ ഡെംബ്ലേക്കാണ് എന്താണ് മികച്ച പുരുഷ താരത്തിനുള്ള പുരസ്കാരം ലഭിച്ചത്. അതേപോലെ മികച്ച വനിതാ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിട്ടന ബോൺമാട്ടിയാണ്. അതേപോലെ ഇതിൽ നമ്മൾ ബാക്കി ചർച്ച ചെയ്തിട്ടുള്ളതെല്ലാം എന്താ PSCക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ആണ്, അവ കൂടി ഓർത്ത് വെക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒരു ചരക്ക് കപ്പലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോയിന്റ് ആയിരുന്നു. അടുത്തിടെ ഗുജറാത്ത് തീരത്ത് വെച്ച് തീപിടുത്തമുണ്ടായ ചരക്ക് കപ്പൽ ഏതാണെന്ന് നോട്ട് ചെയ്യുക. PDI 1383 ഹരിദാസൻ എന്നുള്ള കപ്പലാണ് തീപിടുത്തം ഉണ്ടായത്. അപ്പോൾ സൊമാലിയയിലേക്ക് പോകുന്ന കപ്പലാണ്. എവിടെയാണ്? ഗുജറാത്ത് പോർബന്ദർ തീരത്ത് വെച്ചിട്ടാണ്, തുറമുഖത്ത് വെച്ചിട്ടാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒരു വേദിയായിരുന്നു. 2025 ഭാരത് ഇന്റർനാഷണൽ റൈസ് കോൺഫറൻസിന്റെ വേദി നമ്മൾ നോക്കി. ന്യൂഡൽഹിയാണ് വേദിയായി വരുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് മൊറോക്കോ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ആരെന്നാണ്? നമ്മുടെ ഇപ്പോഴത്തെ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള രാജ്നാഥ് സിംഗ് ആണ് മൊറോക്കോ സന്ദർശിക്കുന്ന ആദ്യ ഇന്ത്യൻ പ്രതിരോധ മന്ത്രി ആവുന്നത്. അത് കഴിഞ്ഞിട്ട് നോക്കിയത് വർഷങ്ങൾക്ക് ശേഷം UN സെക്ഷനിൽ പങ്കെടുക്കുന്ന സിറിയൻ പ്രസിഡന്റ് ആരെന്നാണ്? അൽ ഷാറയാണ്. ആരാണ്? അൽ ഷാറയാണ്. എവിടെയാണ്? ഏത് മീറ്റിംഗിലാണ്? യുഎന്നിന്റെ 80ാമത് സെക്ഷനിലാണ് അദ്ദേഹം പങ്കെടുക്കാൻ പോകുന്നത്. ഏകദേശം 58 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു സിറിയൻ പ്രസിഡന്റ് UN ജനറൽ അസംബ്ലി സെഷനിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് ഒരു പ്രമേയമായിരുന്നു. 2025 അന്താരാഷ്ട്ര സമാധാന ദിനത്തിന്റെ പ്രമേയം എന്താണ്? ആക്ട് നൗ ഫോർ എ പീസ്ഫുൾ വേൾഡ് എന്നുള്ളതാണ്. ഈ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത് എല്ലാ വർഷവും സെപ്റ്റംബർ 21 ശേഷം നമ്മൾ നോക്കിയ പോയിന്റ് 2025 സെപ്റ്റംബറിൽ സ്വതന്ത്ര പാലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിച്ച രാജ്യങ്ങൾ ഏതൊക്കെയെന്നാണ്? UK, കാനഡ, ഓസ്ട്രേലിയ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളാണ് 2025 സെപ്റ്റംബറിൽ സ്വതന്ത്ര പാലസ്തീനെ ഔദ്യോഗികമായി അംഗീകരിച്ച രാജ്യങ്ങൾ. വീണ്ടും ഒരു പ്രമേയം നമ്മൾ നോക്കിയിരുന്നു. 2025 അന്താരാഷ്ട്ര ആംഗ്യ ഭാഷാ ദിനത്തിന്റെ പ്രമേയം എന്താണ്? നോ ഹ്യൂമൻ റൈറ്റ്സ് വിത്തൗട്ട് സൈൻ ലാംഗ്വേജ് റൈറ്റ്സ് എന്നുള്ളതാണ്. എന്താണ്? നോ ഹ്യൂമൻ റൈറ്റ്സ് വിത്തൗട്ട് സൈൻ ലാംഗ്വേജ് റൈറ്റ്സ് എന്നുള്ളതാണ് 2025 അന്താരാഷ്ട്ര ആംഗ്യ ഭാഷാ ദിനത്തിന്റെ പ്രമേയം. ഈ ഒരു ദിവസം നമ്മൾ ആചരിക്കുന്നത് സെപ്റ്റംബർ 23 അത് കഴിഞ്ഞിട്ട് നോക്കിയത് ഒരു ഗാനമായിരുന്നു. 2025 വനിതാ ക്രിക്കറ്റ് ലോകകപ്പിന്റെ ഔദ്യോഗിക ഗാനം എന്താണ്? ബ്രിങ് ഇറ്റ് ഹോം എന്നുള്ളതാണ്. ആരാണ് ആലപിച്ചത്? ശ്രേയ ഘോഷാലാണ് ആരംഭിച്ചത്. ഇനിയൊരു മത്സരം നടക്കുന്നത് ഇന്ത്യയിലാണ്, എന്നാൽ കുറച്ച് മത്സരങ്ങൾ നടക്കുന്നത് എവിടെയായിരിക്കും? ശ്രീലങ്കയിലായിരിക്കും. അത് കഴിഞ്ഞിട്ട് ഒരു താരത്തിന്റെ വിരമിക്കലാണ് നമ്മൾ നോക്കിയത്. ജമൈക്കൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റ് ആയിട്ടുള്ള ഷെല്ലി ആൻ ഫ്രേസർ പ്രൈസ് ആണ്. അപ്പോൾ 2025 സെപ്റ്റംബറിലാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒളിമ്പിക്സിൽ 8 മെഡലുകളാണ് ഷെല്ലി ആൻ നേടിയിട്ടുള്ളത്. 4 ബ്രോൺസ്, 3 ഗോൾഡ് മെഡലും അതേപോലെ 4 സിൽവർ മെഡലും 1 ബ്രോൺസ് മെഡലുമാണ് നേടിയിട്ടുള്ളത്. 2008, 2012, 2020 വർഷങ്ങളിലായിട്ടാണ് ഗോൾഡ് മെഡലുകൾ നേടിയിട്ടുള്ളത്. അതേപോലെ 2023 ലോറൻസ് സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതും ആരായിരുന്നു? ഷെല്ലി ആൻ തന്നെയായിരുന്നു. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. 2023 ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന് അർഹനായത് ആരെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ രജനീകാന്ത്, ഓപ്ഷൻ ബി മോഹൻലാൽ, ഓപ്ഷൻ സി മമ്മൂട്ടി, ഓപ്ഷൻ ഡി മിഥുൻ ചക്രവർത്തി. അടുത്ത ചോദ്യം ഇതാണ്. പുതുക്കിയ GST നിരക്ക് പ്രാബല്യത്തിൽ വന്നത് എന്നു മുതലെന്നാണ്. ഓപ്ഷൻ എ 2025 സെപ്റ്റംബർ 22, ഓപ്ഷൻ ബി 2025 സെപ്റ്റംബർ 20, ഓപ്ഷൻ സി 2025 സെപ്റ്റംബർ 21, ഓപ്ഷൻ ഡി 2025 സെപ്റ്റംബർ 19. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു. 2026 ഓസ്കാർ അവാർഡിൽ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രിയായി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം ഏതെന്നാണ്. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഹോം ബൗണ്ട് എന്നുള്ള ചിത്രമാണ്. അടുത്ത ചോദ്യം ഇതായിരുന്നു. അടുത്തിടെ ടെക്നോളജി പ്രോസ്പെരിറ്റി ഡീലിൽ UK-യുമായി ഒപ്പുവെച്ച രാജ്യം ഏതെന്നാണ്. UK-യും അതേപോലെ USA-യും ചേർന്നിട്ടാണ് ഈ ഒരു ഡീലിൽ, ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.